ഹായ് മക്കളെ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് 2026 എത്തിക്കഴിഞ്ഞു അല്ലേ. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. പലരും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ഞാൻ വിചാരിക്കുന്ന ഒരു മാർക്സ് ഒന്നും ഇപ്പം നടക്കുന്ന മോക്ക് ടെസ്റ്റിൽ കിട്ടുന്നില്ലല്ലോ, എന്താവും ഫൈനൽ നീറ്റിൻ്റെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് കുറേ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നിങ്ങളുടെ കുഞ്ഞു മൈൻഡിൽ കൂടെ ഇപ്പോൾ പോകുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവർ ത്രൂ ഔട്ട് ദ നീറ്റ് പ്രിപ്പറേഷൻ ഒരുപാട് മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് സ്കോർ എനിക്ക് പേഴ്സണലി അറിയുന്ന കുറേ പേർക്ക് ഏറ്റവും ഹയസ്റ്റ് സ്കോർ കിട്ടിയത് ഫൈനൽ നീറ്റ് എക്സാമിനാണ്. എനിക്കറിയാം, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന വലിയൊരു പേടിയായിരിക്കും, എനിക്ക് മോക്ക് ടെസ്റ്റിന് കിട്ടുന്ന അത്ര മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് അത്ര തന്നെ കിട്ടുന്നില്ലല്ലോ, അപ്പോൾ ഫൈനൽ നീറ്റിന് എങ്ങനെയാണ് ഞാൻ ഇത്ര 600+ അല്ലെങ്കിൽ 650+ ഒക്കെ സ്കോർ ചെയ്യാനൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക, നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് തവണ സെയിം ചാപ്റ്റേഴ്സ് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ഈ ക്ലോസ് പീപ്പിളിനെ പോലെ മേ ബി നിങ്ങൾക്കും ഇപ്പോൾ കിട്ടുന്ന മാർക്കിനേക്കാളും എത്രയോ കൂടിയൊരു മാർക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഫൈനൽ നീറ്റ് എക്സാമിനായിരിക്കും കിട്ടുന്നുണ്ടാവുക. എനിക്കറിയാം, കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ കംപ്ലീറ്റ് എനർജി, എഫേർട്സ് ഒക്കെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഫൈനൽ നീറ്റ് എക്സാമിൻ്റെ മാർക്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ആൻഡ് ആ ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എങ്ങനെ ആ ദിവസങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫൈനൽ നീറ്റ് എക്സാം സ്കോറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ്. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റസ്. അതായത് നിങ്ങൾ ടൂ സ്ട്രെസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ, മേ ബി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ സ്ട്രെസ്സ് കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സാം എഴുതാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നിങ്ങൾ ഭയങ്കര കൂളായിട്ട് എല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കാമായിട്ട് എക്സാം പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഫൈനൽ നീറ്റിൻ്റെ മാർക്കിന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഈ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ അടുത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ കാം ആൻഡ് സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കണം. എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ വന്നാലും വളരെ കാമായിട്ടിലേക്ക് എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ആൻഡ് ഫൈനൽ നീറ്റ് എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിനടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ഈ ലാസ്റ്റ് ദിവസം സ്ട്രെസ് ആയാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോകും. അപ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻറ്റ് ആൻഡ് കാമായിട്ട് ഈ ദിവസങ്ങളെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. പറ്റുന്ന അത്രയും നിങ്ങൾ റിവൈസ് ചെയ്യുക. എസ്പെഷ്യലി ബയോളജി ഫോക്കസ് ചെയ്യുക, ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുക, ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും ഇക്വേഷൻസ് ഒക്കെ റിവൈസ് ചെയ്യുക. നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം ഒഴിച്ച്, അതായത് തലേ ദിവസത്തിൻ്റെ തൊട്ട് മുന്നേ വരെ എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യുക. ആൻഡ് ആ മോക്ക് ടെസ്റ്റിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ ഡെപ്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുക. ആൻഡ് വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഫൈനൽ ഡേയ്സിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് നല്ല മാർക്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ആൻഡ് എൻ്റെ എല്ലാ സിൻസിയർ ആയിട്ടുള്ള പ്രേയേഴ്സും നിങ്ങളെല്ലാ നീറ്റ് ആസ്പിരൻസിൻ്റെയും കൂടെ ഉണ്ട്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ. ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റട്ടെ. ഒരു 5.5 years കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രാജുവേഷൻ സെറമണിയും, അതായത് നിങ്ങൾ ഡോക്ടറായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡ്രീംസും നടക്കാൻ പോവാണ്. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന നീറ്റ് എക്സാം വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതുക മാത്രം ചെയ്താൽ മതി. ആൻഡ് യു ക്യാൻ ഡു ദിസ്. ഓൾ ദി ബെസ്റ്റ്.